അന്നു വൈകുന്നേരം മിസ്റ്റർ പൊയ്റോട്ടിന്റെ ക്ഷണപ്രകാരം അത്താഴത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുന്നത് കരോലിൻ നോക്കി നിന്നു. എന്നോടൊപ്പം വരാൻ അവൾക്കും ആഗ്രഹമുണ്ടെന്ന് അവളുടെ മുഖഭാവം എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പൊയ്റോട്ട് എന്നെ എല്ലാവിധ മര്യാദകളോടും കൂടിയാണ് സ്വീകരിച്ചത്. ഒരു ബോട്ടിൽ ഐറിഷ് വിസ്കി അദ്ദേഹം ഒരു ചെറിയ ടേബിളിന് മുകളിൽ വെച്ചു. ഞാൻ ഒരിക്കലും ഐറിഷ് വിസ്കി രുചിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് സോഡയും ഗ്ലാസും കരുതിയിരുന്നു. ചൂടുള്ള ചോക്ലേറ്റ് പാനീയം വാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു. അത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ലഹരി പാനീയവുമായിരുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എന്നോട് വളരെ വിനയത്തോടെ തന്നെ എൻ്റെ സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹം പറയുന്നത് അവൾ ഏറ്റവും ബുദ്ധിമതിയും നല്ല വ്യക്തിത്വത്തിന് ഉടമയുമാണെന്നാണ്. ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ അവളുടെ തലയിലേക്ക് എന്തെല്ലാമോ കുത്തി നിറച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ അല്പം നീരസത്തോടെയാണ് അങ്ങനെ പറഞ്ഞത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവൾ എന്തെല്ലാമാണ് പറഞ്ഞതെന്നത് ഞാൻ ചോദിച്ചു. പൊയ്റോട്ട് ചിരിച്ചു. അപ്പോൾ അയാളുടെ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കഴിവുള്ളവരെ പ്രയോജനപ്പെടുത്തുന്ന കൂട്ടത്തിലാണ്. അയാൾ ഇത്രയും പറഞ്ഞെങ്കിലും അന്നത്തെ സംഭാഷണത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിച്ചില്ല. ഈ നാട്ടിൻ പുറത്തെ സകല കിംവദന്തികളും, അതായത് ശരിയായാലും തെറ്റായാലും, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം, ഞാൻ പ്രതികരിച്ചു. വിലപ്പെട്ട പല വിവരങ്ങളും എനിക്ക് അറിയാനായി. അയാൾ സാവധാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. എങ്ങനെയുള്ള വിവരങ്ങൾ? പൊയ്റോട്ട് തലകുലുക്കി. എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാത്തത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ റാൽഫ് ബേറ്റഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അറിയേണ്ടതല്ലേ? താങ്കളുടെ സഹോദരി അന്ന് ആ വനത്തിലൂടെ ആ സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ മറ്റാരെങ്കിലും ആ സമയം അതിലെ കടന്നു വന്നേനെ. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. എൻ്റെ രോഗികളെക്കുറിച്ച് അറിയാൻ താങ്കൾക്ക് ഇത്രയും താല്പര്യം എന്തുകൊണ്ടാണ്? വീണ്ടും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഒരാളെക്കുറിച്ച് മാത്രം ഡോക്ടർ, ഒരാളെക്കുറിച്ച് മാത്രം. അവസാനമെത്തിയ ആളായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം റസ്സലിനെ കുറിച്ച് പഠിക്കുന്നത് തികച്ചും രസാവഹമായിരിക്കും. ഉദാസീനമായ മട്ടിലാണ് അയാൾ അത്രയും പറഞ്ഞത്. അവളെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് എൻ്റെ സഹോദരിയും മിസ്സിസ് അക്രോയിഡും പറയുന്നത് നിങ്ങളും ശരിവെക്കുകയാണോ? അവരെന്താണ് പറയുന്നത്? അവളെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാനാവില്ലെന്നോ? എന്നാലാവും വിധം ഞാനത് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ വീണ്ടും ചോദിച്ചു, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കരോലിൻ പിന്നെ എന്തെല്ലാമാണ് പറഞ്ഞത്? കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞു. അതെന്തായാലും യാതൊരു സത്യവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു. സ്ത്രീജനങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവരാണ്. അവർ വളരെയേറെ ബുദ്ധിമതികളുമാണ്. അവർ അങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. എന്നാൽ അവർ യാദൃച്ഛികമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ കണ്ടെത്തുന്ന 1000 കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് ശരിയായ കാര്യങ്ങളിലേക്ക് എത്താനാവും. അബോധമായ അവരുടെ മനസ്സ് എല്ലാറ്റിനെയും പെറുക്കിയെടുക്കുന്നു. മനഃശാസ്ത്രത്തിൽ അത്യാവശ്യം പരിജ്ഞാനം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലാക്കാനാവും. തൻ്റെ നെഞ്ചൽപ്പം വിടർത്തി വെച്ച് താൻ ആരോ ആണെന്ന ഭാവത്തിലിരിക്കുന്ന പൊയ്റോട്ടിനെ കണ്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ ഞാൻ നന്നായി പാടുപെട്ടു. തുടർന്ന് ചോക്ലേറ്റ് വിസ്കി അല്പം എടുത്ത് കുടിച്ച ശേഷം അയാൾ തൻ്റെ മീശ തുടച്ചു. അദ്ദേഹം കയ്യിലിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? താങ്കൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്? നിങ്ങൾ കണ്ടതൊക്കെ തന്നെയാണ് ഞാനും കണ്ടത്. നമ്മുടെ രണ്ടാളിൻ്റെയും ആശയങ്ങൾ ഒന്നു തന്നെയല്ലേ? അയാൾ ചോദിച്ചു. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ മുൻ പരിചയമൊന്നും എനിക്കില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അല്പം കടുപ്പിച്ചാണ് അങ്ങനെ പറഞ്ഞത്. പൊയ്റോട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് തുടർന്നു. ഒരു യന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് ഡോക്ടർക്ക്. അവൻ അതിനെക്കുറിച്ച് എല്ലാം അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്കൾ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു കുടുംബ ഡോക്ടർ എന്നതിനുപരി ഒരു കുറ്റാന്വേഷകന്റെ മനസ്സും കണ്ണുകളുമാണ് താങ്കൾക്കുള്ളത്. മുന്നിലുള്ളവരെയെല്ലാം താങ്കൾ സംശയത്തോടെയാണ് കാണുന്നത്. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞാൻ അക്കാര്യങ്ങൾ വിശദീകരിക്കാം. അന്ന് വൈകുന്നേരം എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി തന്നെ അറിയണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആരെന്തു പറഞ്ഞാലും അത് കളവാണെന്ന ധാരണയുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ പുരികങ്ങൾ ചുളിച്ചു. എന്നുവെച്ചാൽ എല്ലാറ്റിനെയും സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന്. അതെ, അത് അത്യാവശ്യമാണെന്ന് ഞാൻ താങ്കൾക്ക് ഉറപ്പു തരുന്നു. ആദ്യമായി പറഞ്ഞാൽ ഡോക്ടർ ഷെപ്പേർഡ് 9:10 അവശേഷിക്കുമ്പോഴാണ് ആ വീട്ടിൽ നിന്നും പോരുന്നത്. കാര്യം എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്? അക്കാര്യം ഞാൻ തന്നെയല്ലേ താങ്കളോട് പറഞ്ഞത്? പക്ഷേ താങ്കൾ പറഞ്ഞത് സത്യമല്ല.
അല്ലെങ്കിൽ താങ്കളുടെ വാച്ച് കൃത്യമായിട്ടല്ല ഓടിയിരുന്നത്. പാർക്കറും പറഞ്ഞത് താങ്കൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് 9:10 ബാക്കിയുള്ളപ്പോഴാണെന്ന്. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഈ പ്രസ്താവന സത്യമാണെന്ന് സമ്മതിക്കാം. അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 9 മണിക്ക് നിങ്ങൾ പുറത്തു വെച്ചൊരു അപരിചിതനെ കണ്ടുമുട്ടുന്നു. ദുരൂഹത നിറഞ്ഞ ഒരു അപരിചിതനുമായി താങ്കൾ നമുക്ക് ആ സംഭവത്തെ, അതായത് ദുരൂഹത നിറഞ്ഞ ഒരു അപരിചിതനുമായി താങ്കൾ ഫെൻലി പാർക്കിലെ ഗേറ്റിന് മുന്നിൽ വെച്ച് കണ്ടുമുട്ടിയെന്നുള്ള സംഭവം, ഇക്കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു? അതും ഞാൻ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ വീണ്ടും പറഞ്ഞെങ്കിലും എൻ്റെ വാക്കുകൾ മുഴുമിപ്പിക്കാൻ അനുവദിക്കാതെ പൊയ്റോട്ട് അക്ഷമയോടെ ഇടയ്ക്ക് കയറി പറഞ്ഞു, അത് നന്നായി. പക്ഷേ എൻ്റെ സുഹൃത്തേ, താങ്കൾ ഇന്ന് രാത്രിയിൽ കുറച്ചു നേരം വിഡ്ഢിയായിക്കൊള്ളൂ. നിങ്ങൾക്കത് അങ്ങനെയാണെന്നറിയാം. പക്ഷേ ഞാനത് എങ്ങനെ അറിയും? ഞാൻ സത്യസന്ധമായി തന്നെ പറയാം. ദുരൂഹ സാഹചര്യത്തിൽ കണ്ട ആ അപരിചിതൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ അതിഭ്രമം ഉണ്ടാക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നില്ല. കാരണം മിസ്സിസ് ഗാനറ്റിൻ്റെ വേലക്കാരി നിങ്ങൾ കാണുന്നതിനും ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അയാളെ കണ്ടിരുന്നു. ഫെൻലി പാർക്കിലേക്കുള്ള വഴി അവളോടും അയാൾ തിരക്കിയിരുന്നു. അപ്പോൾ അയാളുടെ സാന്നിധ്യം നമ്മൾ അംഗീകരിക്കുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാം. ഒന്നാമതായി, അയാൾ ഈ പ്രദേശത്ത് തീർത്തും അപരിചിതനായ ഒരാളാണ്. രണ്ടാമതായി, അയാൾ ഫെൻലി പാർക്കിലേക്ക് പോയത് അത്ര വലിയ രഹസ്യമൊന്നുമല്ല. കാരണം അയാൾ 2 പേരോട് വഴി ചോദിച്ചിരിക്കുന്നു. ശരിയാണ്, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു. അയാൾ 3 ബോയേഴ്സ് ബാറിൽ നിന്നും മദ്യം കഴിച്ചു. ബാർ ജീവനക്കാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അയാളുടെ സംസാരം അമേരിക്കൻ ശൈലിയിലാണെന്നും അയാൾ അല്പം മുൻപ് മാത്രമാണ് അമേരിക്കയിൽ നിന്നും എത്തിയതെന്നും അറിയാൻ കഴിഞ്ഞു. അയാളുടെ സംസാരം കേട്ടിട്ട് അയാൾ ഒരു അമേരിക്കക്കാരനായിരുന്നുവെന്ന് താങ്കൾക്കും തോന്നിയിരുന്നുവോ? അതെ, അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു. എന്നാൽ അല്പനേരത്തേക്ക് എൻ്റെ മനസ്സിനെ പിന്നിലേക്ക് പായിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ അത് പൂർണ്ണമായും അമേരിക്കൻ ശൈലി തന്നെ ആയിരുന്നുവെന്ന് പറയാനാവില്ല. സുഹൃത്തേ, ഇത് നിങ്ങൾ തീർച്ചയായും ഓർക്കുന്നുണ്ടാവണം. ഞാൻ ഫെൻലി പാർക്കിലെ ആ ഔട്ട് ഹൗസിൽ നിന്നും എടുത്തത്. ഇത്രയും പറഞ്ഞിട്ട് അയാൾ കയ്യിലൊരു ഭക്ഷ്യത്തൂവലെടുത്ത് ഉയർത്തി കാണിച്ചു. ഞാൻ അതിലേക്ക് ആകാംക്ഷയുടെ നോക്കി. അതെന്താണെന്ന് ഞാൻ ഓർമ്മിച്ചെടുത്തു. പൊയ്റോട്ട് എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അതെ, ഇതിനെ ഹെറോയിൻ സ്നോ എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരെണ്ണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. അത് മൂക്കിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. ഡയാമോർഫൈൻ ഹൈഡ്രോക്ലോറൈഡ്. ഞാൻ പരിസരം മറന്ന് പിറുപിറുത്തു. ഈ രീതിയിൽ മയക്കുമരുന്ന് വലിക്കുന്നത് ചില സ്ഥലങ്ങളിൽ സാധാരണമാണ്. മറ്റൊരു തെളിവ്, നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ആ മനുഷ്യൻ എത്തിയത് കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ആണെന്ന് പറയാനാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സമ്മർ ഹൗസ് ആദ്യമായി താങ്കളെ ആകർഷിച്ചത്? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. എൻ്റെ സുഹൃത്തേ, ആ ഇൻസ്പെക്ടർ ചിന്തിച്ചത് ആ വഴി ഫെൻലി പാർക്കിലേക്കുള്ള ഒരു കുറുക്കുവഴി ആയിരിക്കുമെന്നും ഏവരും എളുപ്പത്തിനായി ഉപയോഗിക്കുന്ന ഒന്നാണെന്നുമാണ്. എന്നാൽ ആ ഔട്ട് ഹൗസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ വഴി ഔട്ട് ഹൗസിലേക്കുള്ളതാണെന്നും. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാനാവും, അപരിചിതനായ ആ മനുഷ്യൻ ഫെൻലിയുടെ മുന്നിലോ പിന്നിലോ ചെന്നിട്ടില്ല. അപ്പോൾ വീട്ടിനുള്ളിൽ നിന്നും ആരോ അയാളെ ഔട്ട് ഹൗസിലെത്തി കണ്ടിട്ടുണ്ടാവണം. ആ ഔട്ട് ഹൗസ് അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും എന്തെങ്കിലും നിർണായക തെളിവുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതും അവിടെ പരിശോധിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ടാണ്. ഞാൻ 2 കാര്യങ്ങൾ അവിടെ നിന്നും കണ്ടെത്തി. ഒന്നാമത്തേത് ഈ തൂവലും, രണ്ടാമത്തേത് ആ കേംബ്രിക്ക് തുണിക്കഷ്ണവുമാണ്. ആ കേംബ്രിക്ക് തുണിക്കഷ്ണമോ? അതെന്തിനുള്ള തെളിവാണ്? വീണ്ടും ഞാൻ ആകാംക്ഷാഭരിതനായി. പൊയ്റോട്ട് തൻ്റെ പുരികങ്ങൾ മുകളിലേക്ക് തെറുത്ത് പിടിച്ചു. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പ്രയോജനപ്പെടുത്തുന്നില്ല. പശമുക്കിയ ഈ തുണിക്കഷ്ണത്തിൻ്റെ കാര്യം വ്യക്തമല്ലേ? അല്പം പരിഹാസത്തോടെയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. എനിക്കിതിൽ അത്ര പ്രാധാന്യമൊന്നും കാണാനാവുന്നില്ല. ആ വിഷയം മാറ്റാനായി ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ അപരിചിതൻ ഔട്ട് ഹൗസിൽ തങ്ങിയത് ആരെയോ കാണുന്നതിനായിട്ടാണ്. അത് ആരായിരിക്കാം? ഏറ്റവും നല്ല ചോദ്യം തന്നെ, പൊയ്റോട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മിസ്സിസ് അക്രോയിഡും അവരുടെ മകൾ ഫ്ലോറയും കാനഡയിൽ നിന്നുമാണ് ഇവിടേക്ക് താമസത്തിനായി എത്തിയതെന്ന കാര്യം? അതുകൊണ്ടാണോ താങ്കൾ ഇന്ന് അവൾ എന്തെല്ലാമോ മറച്ചു വെക്കുന്നുവെന്ന് അന്വേഷിച്ചത്? ആയിരിക്കാം. ഇനി മറ്റൊരു കാര്യം, ആ വീട്ടിലെ മുഖ്യവേലക്കാരിയുടെ കഥയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് കഥ? അവളെ ജോലിയിൽ നിന്നും പുറത്താക്കിയ കഥ. 1/2 മണിക്കൂർ കൊണ്ടൊരു ജോലിക്കാരിയെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കാനാവുമോ?
അവൾ സൂചിപ്പിച്ച ആ പ്രധാനപ്പെട്ട കടലാസുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കണം. അവൾ പറഞ്ഞത് 9:30 മണി മുതൽ 10 മണി വരെ അവൾ അവളുടെ കിടപ്പുമുറിയിൽ തന്നെ ആയിരുന്നുവെന്നാണ്. എന്നാൽ അവൾ പറഞ്ഞത് സത്യമാണെന്ന് ആരും സ്ഥിരീകരിച്ചിട്ടുമില്ല. നിങ്ങൾ എന്നെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നു, ഞാൻ പറഞ്ഞു. എനിക്കിതെല്ലാം വളരെ വ്യക്തമാണ്. ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായവും ചിന്തകളും എന്തെല്ലാമാണെന്ന് പറയൂ. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കഷ്ണം പേപ്പർ കയ്യിലെടുത്തു. എനിക്ക് പറയാനുള്ളത് ഇതിൽ കുറിച്ചിട്ടുണ്ട്. ക്ഷമാപണസരത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ പ്രവൃത്തിയെ പൊയ്റോട്ട് പുകഴ്ത്തി പറഞ്ഞു. ആ കുറിപ്പ് വായിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനല്പം ഗാംഭീര്യം കലർന്ന സ്വരത്തിൽ തന്നെ അത് വായിച്ചു കേൾപ്പിച്ചു. ഒരു കാര്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന വ്യക്തി അതിനായി ക്രമമായും ചിട്ടയായും മുന്നോട്ട് നീങ്ങണം. എൻ്റെ സുഹൃത്ത് ഹേസ്റ്റിങ്സും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. എൻ്റെ വായനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊയ്റോട്ട് ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ വായന തുടർന്നു. നിഗമനം 1. മിസ്റ്റർ അക്രോയിഡ് 9:30 കഴിഞ്ഞ സമയത്ത് ആരോടോ സംസാരിക്കുന്നത് കേട്ടു. നിഗമനം 2. വൈകുന്നേരം ഏതോ സമയത്ത് റാൽഫ് പേറ്റൺ ജനാല വഴി മുറിയിലേക്ക് കടന്നിട്ടുണ്ടാവണം. ജനാലയിലും പരിസരത്തിലും കണ്ട ഷൂസിൻ്റെ പാടുകൾ അക്കാര്യം ശരിവയ്ക്കുന്നു. നിഗമനം 3. അന്ന് വൈകുന്നേരം മുതൽ മിസ്റ്റർ അക്രോയിഡ് ആകെ അസ്വസ്ഥനായിരുന്നു. അയാൾക്കേറെ സുപരിചിതനായ വ്യക്തി തന്നെയാണ് അയാൾക്കൊപ്പം മുറിയിലുണ്ടായിരുന്നത്. നിഗമനം 4. 9:30 മണിക്ക് അക്രോയിഡുമായി സംസാരിച്ച മനുഷ്യൻ അക്രോയിഡിനോട് പണം ആവശ്യപ്പെട്ടെന്ന് വ്യക്തമാണ്. റാൽഫ് പേറ്റൺ പണത്തിന് നന്നേ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഈ 4 കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് 9:30 മണിക്ക് അക്രോയിഡിനോടൊപ്പം മുറിയിലുണ്ടായിരുന്നത് റാൽഫ് പേറ്റൺ ആയിരുന്നുവെന്ന് ഉറപ്പിക്കാം. എന്നാൽ 9:45 അക്രോയിഡ് ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ കൊലയാളി റാൽഫ് ആകാൻ ഇടയില്ല. റാൽഫ് ഇറങ്ങിപ്പോയതിനു ശേഷം തുറന്നിട്ട ജനാല വഴി തന്നെ കൊലയാളി അകത്ത് കടന്നിട്ടുണ്ടാവണം. അപ്പോൾ ആ കൊലയാളി ആരായിരിക്കും? പൊയ്റോട്ട് ചോദിച്ചു. ആ അമേരിക്കൻ അപരിചിതൻ തന്നെ. അയാൾക്ക് പാർക്കറുമായി നല്ല അടുപ്പമുണ്ടായിരുന്നിരിക്കണം. ഒരുപക്ഷെ പാർക്കർ ആയിരുന്നിരിക്കണം മിസ്സിസ് ഫെറാർസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നത്. മിസ്സിസ് ഫെറാർസിൽ നിന്ന് തന്നെ ഇക്കാര്യം പുറം ലോകം അറിയുമെന്ന് ചിന്തിച്ച പാർക്കർ തൻ്റെ സുഹൃത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ടാവാം. അങ്ങനെ പാർക്കർ എടുത്തു നൽകിയ കത്തി ഉപയോഗിച്ച് ആ സുഹൃത്ത് അക്രോയിഡിനെ കൊല ചെയ്തു. ഈ സിദ്ധാന്തവും പരിഗണിക്കപ്പെടേണ്ടത് തന്നെ. താങ്കളുടെ തലച്ചോറും വേണ്ട വിധം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തം. എന്നാൽ ഈ നിഗമനങ്ങളിൽ പഴുതുകളേറെയുണ്ട്, പൊയ്റോട്ട് പറഞ്ഞു. എങ്ങനെയുള്ള പഴുതുകൾ? ഞാൻ ചോദിച്ചു. ടെലഫോൺ വിളിച്ചത്, കസേര യഥാസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടതൊക്കെ, അക്കാര്യങ്ങളൊക്കെ അത്ര പ്രാധാന്യമർഹിക്കുന്നതാണോ? ഞാൻ ചോദിച്ചു. ഒരുപക്ഷെ അല്ലായിരിക്കാം, പൊയ്റോട്ട് ഞാൻ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് തുടർന്നു. കസേര വലിച്ചു മാറ്റിയിട്ടത് ഒരു യാദൃച്ഛിക സംഭവമായിരിക്കാം. പെട്ടെന്നുണ്ടായ വികാര തള്ളിച്ചയിൽ ഒരുപക്ഷെ റെയ്മണ്ടോ ബ്ലെൻഡോ അറിയാതെ അത് വലിച്ചു നീക്കിയിട്ടുണ്ടാവാം. എന്നാൽ ആ 40 പൗണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ കാര്യമോ? ആ പണം അക്രോയിഡ് തന്നെ റാൽഫിന് കൊടുത്തിട്ടുണ്ടാവണം. ആദ്യം പണം നൽകത്തില്ലെന്ന് അക്രോയിഡ് വാശി പിടിച്ചെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റിയിട്ടുണ്ടാവണം, ഞാൻ പറഞ്ഞു. അപ്പോഴും ഒരു കാര്യത്തിന് മാത്രം ഉത്തരം കിട്ടുന്നില്ല. അതെന്താണ്? കൃത്യം 9:30 മണിക്ക് മിസ്റ്റർ അക്രോയിഡ് സംസാരിച്ചിരുന്നത് റെയ്മണ്ടിനോടായിരുന്നുവെന്ന് മേജർ ബ്ലെൻഡ് തറപ്പിച്ച് പറഞ്ഞത്. അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയതല്ലേ? ഞാൻ പറഞ്ഞു. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ നിർബന്ധിക്കുന്നില്ല. അത് വിട്ടേക്കുക. എന്തുകൊണ്ടാണ് റാൽഫ് അപ്രത്യക്ഷനായത്? അക്കാര്യം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഞാൻ സാവധാനത്തിലാണ് പറഞ്ഞത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമേ എനിക്ക് സംസാരിക്കാനാവൂ. റാൽഫ് ആകപ്പാടെ മനക്ഷോഭത്തിൽപ്പെട്ടിട്ടുണ്ടാവണം. താൻ മുറിവിട്ടുപോയി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തൻ്റെ വളർത്തച്ഛൻ കൊല്ലപ്പെട്ടെന്ന വാർത്ത അയാളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടാവണം. കാരണം അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച അത്ര സുഖകരമായ ഒന്നായിരുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അയാൾ അപ്രത്യക്ഷനായത്. ചില മനുഷ്യരുണ്ട്, കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ പെരുമാറ്റം എപ്പോഴും സംശയകരമായിരിക്കും. ശരിയാണ്, താങ്കൾ പറഞ്ഞത് സത്യം തന്നെ. എന്നാൽ ഒരു വസ്തുതയും നാം വിട്ടുകളയരുത്, പൊയ്റോട്ട് പറഞ്ഞു. എനിക്കറിയാം താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ലക്ഷ്യം പ്രധാനമാണ്. വളർത്തച്ഛൻ്റെ മരണത്തോടെ റാൽഫ് പേറ്റൺ ഒരു വലിയ സമ്പത്തിൻ്റെ ഉടമയായിരിക്കുന്നു. അതൊരു ലക്ഷ്യം തന്നെയല്ലേ? പൊയ്റോട്ട് സമ്മതിച്ചു. ഒരെണ്ണമോ? ഞാൻ സംശയിച്ചു. പ്രിയപ്പെട്ട ഷെപ്പേർഡ്, തികച്ചും വ്യത്യസ്തമായ 3 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമത്തേത്, അക്രോയിഡിന് അന്ന് തപാലിൽ കിട്ടിയ നീലക്കവറും അതിലുണ്ടായിരുന്ന കത്തും ആരോ മോഷ്ടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഭീഷണി ഉപയോഗിച്ചുള്ള പണം തട്ടലാണ്. റാൽഫ് പേറ്റൺ തന്നെ ആയിരിക്കും മിസ്സിസ് ഫെറാർസിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തത്. ആ വക്കീൽ ഹാമണ്ട് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് റാൽഫ് വളർത്തച്ഛനോട് പണം ആവശ്യപ്പെട്ടതായി അറിവില്ലെന്നാണ്.
അപ്പോൾ റാൽഫിന് ആവശ്യത്തിനുള്ള പണം മറ്റെവിടെയോ നിന്ന് കിട്ടിയിരുന്നുവെന്ന് വ്യക്തം. ഇക്കാര്യം അക്രോയിഡിന്റെ ചെവിയിൽ എത്തപ്പെടുമെന്ന് റാൽഫ് ഭയന്നിട്ടുണ്ടാവാം. പിന്നെ അവസാനമായി താങ്കൾ സൂചിപ്പിച്ച കാര്യവും ഉൾപ്പെടുന്നു. അല്പം പിന്നിലേക്ക് ചാരിയിരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ കേസ് ആ പയ്യന്റെ നേർക്ക് തന്നെയാണല്ലോ എത്തപ്പെടുന്നത്. അതെങ്ങനെ? പൊയ്റോട്ട് സംശയിച്ചു. നമ്മൾ തമ്മിൽ ഒരു യോജിപ്പിലെത്താൻ കഴിയാത്തത് ഈ ഒരു കാര്യത്തിലാണ്. ഇവിടെ റാൽഫിനെതിരെ ആവശ്യത്തിന് തെളിവുകൾ ഉണ്ടെങ്കിലും അയാളല്ല ഈ കൊല ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പൊയ്റോട്ട് ആത്മവിശ്വാസത്തോടെയാണ് അങ്ങനെ പറഞ്ഞത്.